രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി കമൽഹാസൻ നാമനിർദ്ദേശ പത്രിക നൽകി. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഒപ്പമുണ്ടായിരുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, ഈ കന്നഡ ഭാഷ അതിനകത്തുണ്ടായ വിവാദങ്ങൾ, അതിനുശേഷം തഗ് ലൈഫ് അവിടെ നിരോധിക്കുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വൈകും എന്നുള്ള രീതിയിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു അല്ലേ? സ്മിത, കമൽഹാസൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് പത്രിക സമർപ്പിക്കാൻ തഗ് ലൈഫ് റിലീസിന് ശേഷം മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. കാരണം ദുബായിൽ പല പരിപാടികളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. അതിനുശേഷം അതിൻ്റെ പ്രൊമോഷനും മറ്റുമൊക്കെയായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം വലിയ തിരക്കിലായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ തീരുമാനിച്ചത്. കമൽഹാസൻ സെക്രട്ടേറിയറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകി. ഒപ്പം തന്നെ DMKയുടെ മറ്റ് 3 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകളിലേക്കാണ് തമിഴ്നാട്ടിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 4 DMKക്ക് ജയിക്കാനാകും, 2 AIDMK ജയിക്കാൻ കഴിയും. അപ്പോൾ ആ DMKയുടെ 4 സീറ്റുകളിൽ ഒന്നാണ് കമൽഹാസന് നൽകിയത്. അത് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ തീരുമാനമായതായിരുന്നു. അങ്ങനെ മക്കൾ നീതി മയ്യത്തിന് ആ സീറ്റ് നൽകുന്നു. അവിടെ കമൽഹാസൻ മത്സരിക്കുമെന്നൊരു ഔദ്യോഗിക പ്രഖ്യാപനം മക്കൾ നീതി മയ്യം നടത്തുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തഗ് ലൈഫ് ഇന്നലെ റിലീസായി. ആ റിലീസിനിടെ അതിനുശേഷം ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ അവിടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആഘോഷപൂർവ്വമായി അവർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. എന്തായാലും കമൽഹാസൻ ഉറപ്പായും നിലവിലെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ രാജ്യസഭയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.